ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജനിച്ച അന്ന് തൊട്ട് മരിക്കുന്ന അന്ന് വരെയും മനുഷ്യൻ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയും പലതരത്തിലുള്ള അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 24 മണിക്കൂറും ഒരു മനുഷ്യന് സന്തോഷമായിട്ടിരിക്കാൻ മാത്രം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം നമ്മളിൽ ആത്യന്തികമായത് സന്തോഷം തന്നെയാണ്. നമ്മുടെ ആത്യന്തികമായ അന്തസത്ത സന്തോഷം തന്നെയാണ്. ഓക്കെ, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ പല വിധത്തിലുള്ള ഇമോഷനുകൾ ഒരു മനുഷ്യനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. സന്തോഷം മാത്രം ആസ്വദിക്കുകയാണെങ്കിൽ മറ്റ് ഇമോഷൻസ് ഒന്നും നമുക്ക് ആസ്വദിക്കേണ്ട കാര്യമേ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ സന്തോഷം മാത്രം അങ്ങ് തന്നാൽ മതിയായിരുന്നല്ലോ എന്നൊരു ചോദ്യം വരും. അപ്പം നമ്മളിലേക്ക് വരുന്ന എല്ലാ അവസ്ഥാന്തരങ്ങളെയും നമ്മൾ എൻജോയ് ചെയ്ത് അതിൽ ഗുണകരമായതിനെ മാത്രം അനുഭവിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് കൃത്യമായൊരു ജീവിതമായി മാറുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ അവസ്ഥകളും നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. അതിൽ നിന്ന് ഗുണകരമായതിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അസൂയ എൻ്റെ മനസ്സിൽ വരുന്നു. അപ്പോൾ അസൂയ മറ്റൊരാൾ നശിക്കണം എന്നൊരു അസൂയയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കും മറ്റൊരാൾക്കും ഗുണകരമായ ഒരു ചിന്തയല്ല. പക്ഷേ അവൻ നന്നായി എനിക്കും നന്നാവണം എന്ന എൻവിയസ് ആയ അത് ഒരു അസൂയയാണ്. അത് ഗുണകരമായൊരവസ്ഥയാണ്. ഇമോഷൻ നമ്മൾ മാറ്റിയില്ല, ആ ഇമോഷനിലെ ഗുണകരമായൊരവസ്ഥയെ നമ്മളെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ആങ്കർ, അമിതമായി ദേഷിക്കുകയും ഒരുപാട് കോർട്ടിസോളും അഡ്രിനാലിനും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്താൽ കൺട്രോൾഡ് ആങ്കർ അല്ല എങ്കിൽ, അൺകൺട്രോൾഡ് ആങ്കർ ആണെങ്കിൽ അത് നമുക്ക് ചുറ്റിനും നിൽക്കുന്ന അവസ്ഥകൾക്ക് പോലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പോലും അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ കോപം വളരെ നിയന്ത്രിച്ച്, ചിന്തകളെ നിയന്ത്രിച്ച്, വാക്കുകളെ നിയന്ത്രിച്ച്, പ്രവൃത്തിയെ നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലോ അത് നല്ലൊരു ഇമോഷനായി മാറി. ഞാൻ പറയുന്നത് ഇതാണ്, ഏതൊരവസ്ഥയും നമ്മളിലേക്ക് കടന്നു വന്നോട്ടെ, അതിനെ പരമാവധി അതിൻ്റെ ഗുണകരമായ അവസ്ഥയെ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ ഈസിലി റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, ബോർഡിലൊക്കെ വരച്ച് കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിയുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു രീതിയിൽ നമ്മളെല്ലാ അവസ്ഥകളെയും ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ആസ്വാദികരമാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.